CPMന്റെ ഒരു സാംസ്കാരിക മുഖമായിരുന്നു പിരപ്പൻകോട് മുരളി. കവി, നാടകകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്ന ഇദ്ദേഹം ഒരു കാലത്ത് പാർട്ടിയെ സാംസ്കാരിക രംഗത്ത് സജീവമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്. എന്നാൽ ഇന്ന് പാർട്ടി ഒട്ടൊരു ഭയത്തോടെയാണ് ഇയാളെ ഉറ്റുനോക്കുന്നത്. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. CPMന്റെ റഡാറിലുള്ള ആളാണ് പിരപ്പൻകോട് മുരളി. ഐഷ പോറ്റിയെ പോലെ പാർട്ടി വിട്ടുപോകാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിലുള്ള ആളാണ് പിരപ്പൻകോട്. ഇതിനിടയിൽ തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും പല നേതാക്കളും അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരോടും അദ്ദേഹം യെസ് മൂളിയതായി അറിയില്ല. ഷാപ്പിൽ കറിവെച്ചു നടന്നവരും പാർട്ടി ഓഫീസിൽ ചായ കൊടുത്തു നടന്നവരും ഒക്കെ പാർട്ടിയോട് ഒട്ടിനിന്ന് പാർട്ടിയെ ഊറ്റിപ്പിഴിഞ്ഞ് തടിച്ചു കൊഴുത്ത് മതിച്ചു വളർന്ന് നേതാക്കന്മാരായി വിലസുമ്പോൾ പാർട്ടി അഡ്രസ് ഇല്ലെങ്കിലും ജനം തന്നെ അറിയുമെന്നും സ്നേഹിക്കുമെന്നും വിശ്വസിക്കുന്ന മുരളി ഇനിയൊരു പുതിയ മേച്ചിൽപ്പുറം തേടി പോകുമെന്ന് കരുതാനുമാകില്ല. എന്നാലും പാർട്ടി അദ്ദേഹത്തെ ഭയപ്പെടുന്നു. കാരണം പിരപ്പൻകോട് മുരളിയുടെ കയ്യിൽ ഒരു ബോംബുണ്ട്. അതെപ്പോൾ പൊട്ടും, അല്ലെങ്കിൽ എങ്ങനെ പൊട്ടിക്കും എന്ന ഭയത്തിലാണ് പാർട്ടി. ഒരു കാലത്ത് കേരളത്തിലെ സാമൂഹിക, സാഹിത്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരുടെ എല്ലാം മനസ്സിൽ വിപ്ലവത്തിന്റെ കനലായിരുന്നു എരിഞ്ഞിരുന്നത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുതൽ ഇക്കൂട്ടർ നൽകിയ സംഭാവനകൾ ചെറുതല്ല. നോവുന്ന ഹൃദയത്തെ സ്നേഹിച്ച തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനത്തിലേക്ക് ഒരു ജനതയെ വാരിയടുപ്പിച്ചും ഓരോരുത്തരെയും കമ്മ്യൂണിസ്റ്റാക്കിയും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിപ്ലവ ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും പാടിച്ചും പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ ചെറുതായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിൽ CPIക്ക് വിപ്ലവം പോരെന്ന ചിന്തയിൽ CPMൽ എത്തിയവരുടെ പിന്മുറക്കാരാണ് ഇന്ന് CPMന്റെ സാംസ്കാരിക പ്രമുഖരായ പലരും. അതിവിപ്ലവത്തിന്റെ വൈറസുകൾ മണ്ണിൽ പടർന്ന ഒരു കൂട്ടർ പിന്നീട് നക്സലേറ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയെങ്കിലും ഏറിയ കൂറും തിരിച്ചെത്തി. ഇവരായിരുന്നു പിന്നീട് CPMന്റെ സാംസ്കാരിക മുഖം. പുരോഗമന കലാസാഹിത്യ സംഘത്തിലൂടെയും പിന്നീട് ശാസ്ത്രരംഗത്തുള്ളവരെ കൂട്ടിച്ചേർത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയും ഇവർ പാർട്ടിയെ വളർത്തി. EMSഉം VSഉം ഒക്കെ ഇക്കൂട്ടരെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു പിരപ്പൻകോട് മുരളി. സാംസ്കാരിക പ്രവർത്തകന്റെ ജുബ്ബയും ഇട്ട് തോൾസഞ്ചിയും തൂക്കി കുണ്ടികുലുക്കി പക്ഷിയാകാതെ തന്റെ സാഹിത്യ പ്രവർത്തനത്തോടൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവനായിരുന്നു മുരളി. ഒരു കാലത്ത് പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നിരുന്ന ഇടത്തരക്കാരുടെയും സവർണ വിഭാഗങ്ങൾക്കിടയിലുമായിരുന്നു പിരപ്പൻകോടിന്റെ പ്രവർത്തനം. ഒപ്പം ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് സഞ്ചരിച്ച തിരുവനന്തപുരം സംഘചേതന എന്ന നാടക സമിതിയുടെ നാടകങ്ങൾക്ക് രചന നിർവഹിച്ചും അദ്ദേഹം ജനങ്ങളെ കൂടുതൽ CPMലേക്ക് അടുപ്പിച്ചു. പാർട്ടിയിലെ ഒരു കൂട്ടരുടെ വലതുപക്ഷ മോഹങ്ങൾക്കെതിരെ എന്നും ശക്തമായ നിലപാടെടുത്തിരുന്ന മുരളി എന്നും VSനോട് ചേർന്നു നിന്നവനായിരുന്നു. അതാണ് പിരപ്പൻകോടിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായതും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ വരെ എത്തിയ പിരപ്പൻകോട് CPM വിഭാഗീയത കാലത്ത് VS അച്യുതാനന്ദനൊപ്പമായിരുന്നു. ആരെയും വെട്ടിനിരത്താൻ മുരളി തന്റെ സ്ഥാനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. വാളല്ലല്ലോ അയാളുടെ കയ്യിലുണ്ടായിരുന്നത്, മണിപ്പൊൻ വീണയായിരുന്നല്ലോ. മുരളിയെ ഉന്നമിട്ടിരുന്ന പലരും വിഭാഗീയത എന്ന വാൾ ഉപയോഗിച്ച് അയാൾക്കു നേരെ പ്രയോഗിച്ചു. കഴിഞ്ഞതിനു മുൻപിലത്തെ ജില്ലാ സമ്മേളനത്തിൽ അവർ മുരളിയെ വെട്ടി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വരെ വെട്ടി. മറ്റൊന്നും പറയാനില്ലായിരുന്നത് കൊണ്ട് പ്രായമായിരുന്നു അവർ ആയുധമാക്കിയത്. 80-നടുത്ത് പ്രായമുണ്ടായിരുന്നവരെ പോലും ഉൾപ്പെടുത്തിയിരുന്ന കമ്മിറ്റികളിൽ നിന്നും 70 കഴിഞ്ഞിരുന്ന പിരപ്പൻകോടിനെ ഒഴിവാക്കി. ഈ അനീതിക്കെതിരെ അദ്ദേഹം പാർട്ടി വിട്ടുപോയില്ല. പാർട്ടിക്കെതിരെ പ്രസ്താവനകളും ഇറക്കിയില്ല. ഒതുക്കലിൽ അദ്ദേഹം മറ്റൊന്നാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അക്ഷരത്തെറ്റു കൂടാതെ സഖാവ് എന്ന് വിളിക്കാമായിരുന്ന VS അച്യുതാനന്ദന്റെ ജീവചരിത്രം എഴുതുകയായിരുന്നു. അത് പൂർത്തിയായിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്നും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാപട്യങ്ങളുടെ കള്ളക്കമ്മട്ടത്തിൽ നുണകളും വികല ചരിത്രങ്ങളും അടിച്ചിറക്കി അടിമകളെ മണ്ടന്മാരാക്കി കാശ് വാങ്ങുന്ന ചിറ്റപ്പന്മാരുടെ പാത പിന്തുടരാതെ മുരളി ഇന്നും അച്യുതാനന്ദന്റെ ജീവിതകഥ പുറത്തിറക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ന്യായമുണ്ട്. ഈ പുസ്തകം പുറത്തിറക്കുന്നത് മൂലം പാർട്ടിക്ക് ഒരു കോട്ടവും ഉണ്ടാകരുത്. VSന്റെ വേർപാടിനും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ പൂർത്തിയായ ജീവചരിത്രം അദ്ദേഹം പുറത്തിറക്കാതിരുന്നതിന്റെ കാരണം ഇതാണ്. ഈ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്: CPMന് ദോഷം വരുന്ന എന്തൊക്കെയോ ഇതിലുണ്ട്. വിഭാഗീയതയുടെ പേരിൽ VSന്റെ കയ്യിലും കാലിലും ചങ്ങലകളിട്ട് കുരിശിൽ തറച്ച് 53 വെട്ടുവെട്ടിയവരുടെ വൈതാളിക വികൃത മുഖങ്ങൾ ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുമെന്നത് ഉറപ്പാണ്. അതാണ് CPM നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് പിരപ്പൻകോട് മുരളി ജീവചരിത്രം പ്രസിദ്ധപ്പെടുത്തുമോ? CPM ഏറെ ഭയപ്പെടുന്നു. ജനരോഷം ശവപ്പെട്ടിയിലാക്കിയ CPMന്റെ ആണിയാകുമോ അത്? നമുക്കത് കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.